നമസ്കാരം, വെൽക്കം ബാക്ക് ടു റൂട്ട് ടു മീഡിയ ഈസി റെസിപ്പീസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മുളക് കറിയാണ്. കൊഞ്ചും കുടംപുളിയും കൂടി ഇട്ടിട്ടുള്ളൊരു അടിപൊളി മുളക് കറിയാണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. കറിക്ക് ആവശ്യമായിട്ട് 1/2 കിലോ കൊഞ്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പ്, കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ബൗൾ ചുമന്നുള്ളി, 3-4 പച്ചമുളക് അരിഞ്ഞത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് കല്ലിലിട്ട് ചതച്ചെടുക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ നാടൻ കറിയൊക്കെ വെക്കുമ്പം കഴിവതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വരട്ടി കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടിയാണ്, നമ്മൾ മൺചട്ടിയിൽ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചൂട് അതുപോലെ തന്നെ നിൽക്കും. നമ്മൾ കുക്ക് ചെയ്തിട്ട് ഒരുപാട് നേരം ആ കറി നല്ല ചൂടോടെ തന്നെ ഇരിക്കും മൺചട്ടിക്കകത്ത്. ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ കുഞ്ഞുള്ളി നടുക്കൂടെ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ, തീരെ ചെറുതായിട്ടല്ല അരിഞ്ഞേക്കുന്നത്. തീരെ ചെറിയ കുഞ്ഞുള്ളിയാണെങ്കിൽ അരിഞ്ഞിട്ടുമില്ല, അത് മുഴുവൻ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നമ്മൾ നാടൻ കറിയൊക്കെ വെക്കുമ്പോൾ കുഞ്ഞുള്ളി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും. പ്രത്യേകിച്ച് ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചി തന്നെയായിരിക്കും. ഞാൻ കുഞ്ഞുള്ളി മാത്രമേ ഇതിലെടുത്തിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ട് ഇത് വരട്ടി കൊടുക്കാം കുഞ്ഞുള്ളി. നമ്മൾ കട്ട് ചെയ്തതിലും കാര്യമില്ല, ഇത് കുഞ്ഞുള്ളി ഇങ്ങനെ പൊളിഞ്ഞൊളിഞ്ഞ് വരുന്നുണ്ട്. വരട്ടി വരുമ്പോഴത്തേക്കും കുഞ്ഞുള്ളി തന്നെ ഇങ്ങനെ അടന്നടന്ന് വരുന്നുണ്ട്. ഏകദേശം നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. കുഞ്ഞുള്ളി നന്നായിട്ട് വരണ്ട് വരുന്നുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ആദ്യം മല്ലിപ്പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത്. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കരിയാൻ സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് വരട്ടിയിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്യാം. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും മുളക് പൊടിയൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പരുവം നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൊരു മീഡിയം സൈസ് വലിപ്പമുള്ളൊരു കൊഞ്ചാണ്. തീരെ കുഞ്ഞു കൊഞ്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് കറി വെക്കാനായിട്ട്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കണം. എന്നിട്ട് വേണം നമുക്കത് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. കുടംപുളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ചില കുടംപുളിക്കാണെങ്കിൽ പുളി കൂടുതലും ചിലതിന് പുളി കുറവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുടംപുളിയുടെ അത് അളവനുസരിച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ആവശ്യത്തിന് ഉപ്പും കറക്റ്റ് പുളിയും ഇടയ്ക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വേവിച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ചേർക്കണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിൽ അഡീഷണലായിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടി ഇടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. നന്നായിട്ട് തിളച്ചൊന്ന് പറ്റാറാവുമ്പോൾ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പറ്റിച്ചിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഒറ്റ കറി മതിയാവും ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നല്ല രുചിയുള്ളൊരു കറിയാണിത്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഈ ഒരു മുളക് കറി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.